ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് വേറൊരു ബീച്ചിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ 3 ദിവസത്തെ സിഡ്നി ട്രിപ്പിന് ശേഷം തിരിച്ച് നമ്മുടെ മെൽബണിലേക്ക് പോകാൻ സമയമായി കേട്ടോ. രാവിലെ നേരത്തെ എണീച്ച് എയർബിഎൻബി അങ്ങ് ചെക്കൗട്ട് ചെയ്ത് ഏർലി മോർണിംഗ് തന്നെ യാത്ര തുടങ്ങിയത് ഈ കാണുന്ന വുളിങ്ങോങ് ബീച്ചും കൂടെ കണ്ടിട്ട് പോകാനായിരുന്നേ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഐറ്റിനറി നമ്മുടെ പ്ലാനിൽ ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ ഒരു ജെൻസി ഉള്ളതുകൊണ്ട് പുള്ളിക്കാരുടെ ബെസ്റ്റ് ഫ്രണ്ടായ ചാറ്റ് ജിപിടിയുടെ സജഷൻ ആയിരുന്നു ഈ വുളിങ്ങോങ് ബീച്ച് ഒരു കാരണവശാലും മിസ് ചെയ്യായിരുന്നു എന്നുള്ളത്. ചാറ്റ് ജിപിടിയുടെ അഡ്വൈസ് പൊളിയായിരുന്നു കേട്ടോ. ഈ വുളിങ്ങോങ് എന്ന പേര് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ആദിമ നിവാസികളായ അബോർജിനൽസിന്റെ ഭാഷയിൽ തർജ്ജമ ചെയ്ത 5 ഐലൻഡ്സ് എന്നാണ്. വെറും 3 ലക്ഷം ആൾക്കാർ മാത്രം നിവാസമുള്ള ഈ ചെറിയ ദ്വീപ് തന്റെ മനോഹരമായ വൈറ്റ് സാൻഡ് ബീച്ചുകൾക്കും സ്റ്റണ്ണിങ് കോസ്റ്റൽ വ്യൂ പോയിന്റ്സിനുമായി ഓസ്ട്രേലിയയിലെ തന്നെ പേര് കേട്ട ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല തണുത്ത കാറ്റും ലക്ഷറി വീടുകളും വിന്റേജ് കാറുകളും ഒക്കെ കണ്ടു തുടങ്ങിയപ്പോഴേ ബീച്ച് സൈഡ് എത്തിയെന്ന് മനസ്സിലായേ. ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്തുള്ള വുളിങ്ങോങ്ങിൽ മാത്രമാണ് 2 ലൈറ്റ് ഹൗസുകൾ അടുത്തടുത്തായി ഏറ്റവും ക്ലോസ് പ്രോക്സിമിറ്റിയിൽ സ്ഥിതി ചെയ്യപ്പെട്ടിരിക്കുന്നത്. അവ വുളിങ്ങോങ് ബ്രേക്ക് വാട്ടർ ലൈറ്റ് ഹൗസും വുളിങ്ങോങ് ഹെഡ് ലൈറ്റ് ഹൗസുമാണ്. 1871 ആദ്യമായി ഓയിൽ ലാൻഡേൺ ലൈറ്റ് ഹൗസ് ആയ ബ്രേക്ക് വാട്ടർ ലൈറ്റ് ഹൗസ് നിർമ്മിച്ചത്. 1908 ഈ ഓയിൽ ലാൻഡേൺ ഗ്യാസ് ആയും അതിനുശേഷം ഇലക്ട്രിക് ലാൻഡേൺ ആയും അപ്ഗ്രേഡ് ചെയ്തെങ്കിലും 1936 ഇവിടുത്തെ ഗവൺമെന്റ് 12.8 മീറ്ററോളം ഉയരമുള്ള പഴയ ലൈറ്റ് ഹൗസിന്റെ ഇരട്ടി ഉയരത്തിൽ, അതായത് 25 മീറ്ററോളം ഉയരമുള്ള വുളിങ്ങോങ് ഹെഡ് ലൈറ്റ് ഹൗസ് എന്ന പേരായി ഒരു പുതിയ ലൈറ്റ് ഹൗസ് നിർമ്മിച്ചത്. കാലക്രമേണ ഗവൺമെന്റ് പഴയ ലൈറ്റ് ഹൗസ് ഷട്ട് ഡൗൺ ചെയ്തെങ്കിലും ഈ 2 ലൈറ്റ് ഹൗസുകളും ഓസ്ട്രേലിയയുടെ ഹെറിറ്റേജ് കെട്ടിടങ്ങളുടെ ഭാഗമായി ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ചിരിക്കുകയാണ്. നൈസായിട്ട് ബീച്ചിന്റെ അടുത്ത് തന്നെ പാർക്ക് ചെയ്തിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നോണ്ട് ബീച്ചിന്റെ തൊട്ടടുത്തുള്ള ഈ റെസ്റ്റോറന്റിലേക്ക് കയറി ഫുഡ് അടിച്ചിട്ട് മതി ബാക്കി എല്ലാ കാര്യവും എന്ന് വെച്ച് ഓടി അങ്ങ് ചെന്നപ്പോഴാണ് ഒരു നീണ്ട ക്യൂ കാണുന്നത്. പക്ഷേ അടുത്തൊന്നും വേറെ റെസ്റ്റോറന്റ് തപ്പി പോവാൻ വയ്യാഞ്ഞോണ്ട് 25 മിനിറ്റോളം ആ ക്യൂവിൽ അങ്ങ് നിന്ന് ഓർഡർ ചെയ്തപ്പോ കിട്ടിയ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്തത് കേട്ടോ. പക്ഷെ നല്ല നീണ്ട വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് കിട്ടാൻ. രാവിലെ നേരത്തെ ഇറങ്ങിയോണ്ട് ആകെ കഴിച്ചത് ഒരു ചെറിയ ഓംലെറ്റ് സാൻഡ്വിച്ചും കാപ്പിയായിരുന്നേ. അതുകൂടാതെ സിഡ്നിയിൽ നിന്ന് 85 കിലോമീറ്ററോളം വണ്ടി ഓടിച്ചതിന്റെ ക്ഷീണം വേറെ. അരമണിക്കൂറോളം വെയിറ്റിംഗിന് ശേഷം നമ്മുടെ ഫുഡ് ഫൈനലി എത്തി കേട്ടോ. ഒഴിച്ച് ബാക്കി എല്ലാവരും ഫിഷ് ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത്. മെനുയില് സാൽമണും കലാമരിയും പിന്നെ കുറച്ച് ബാറ്റേർഡ് ആൻഡ് ഫ്രൈഡ് ഫിഷ് ആൻഡ് ചിപ്സ് ആയിരുന്നേ. നല്ല വിശപ്പുണ്ടായിരുന്നോണ്ടാണോന്ന് അറിയത്തില്ല, ഫുഡ് നല്ല പൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു വെറൈറ്റിക്ക് ചിക്കൻ ബർഗർ ഓർഡർ ചെയ്തെങ്കിലും ആ വെറൈറ്റി അങ്ങ് പാളി കേട്ടോ. ബീച്ചിന്റെ അടുത്തുള്ള ഏക റെസ്റ്റോറന്റ് ആയോണ്ടാണോന്ന് അറിയത്തില്ല, നല്ല കത്ത് റേറ്റ് ആയിരുന്നേ. പുറത്തുള്ള റെസ്റ്റോറൻറ്റ്സിന്റെ റേറ്റ് അപേക്ഷിച്ച് നോക്കുമ്പം ഏകദേശം ഇരട്ടി വിലയായിരുന്നു കേട്ടോ. ബട്ട് വെക്കേഷൻ മോഡായോണ്ട് ഇറ്റ്സ് ഓക്കെ അല്ലേ. ഫുഡൊക്കെ അടിച്ചൊന്ന് സെറ്റായപ്പം പയ്യെ ഒരു വാക്കിനങ്ങ് പോയേക്കാന്ന് വെച്ച് നടന്നപ്പോഴാണ് കുറേ പേര് ഇവിടെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒക്കെ ആയി കറങ്ങി നടപ്പുണ്ടായിരുന്നു കേട്ടോ. ആ കാണുന്ന മലയുടെ മേലേന്ന് സ്കൈ ഡൈവിങ്ങും പിന്നെ കടലിൽ കുറേ സർഫിങ്ങും സൈക്ലിങ്ങും ഒക്കെ ആയി കുറേ ആൾക്കാർ, പിന്നെ ഈ കുട്ടി കിഡ്സ് പാർക്കിൽ കുറേ പിള്ളേരും ഉണ്ടായിരുന്നു കേട്ടോ.
നമ്മൾ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇവിടുത്തെ ടാപ്പ് വാട്ടർ ഡ്രിങ്കബിൾ ആണെന്നുള്ളത്. എല്ലാ പാർക്കിലും സ്ട്രീറ്റിലും സിറ്റി കോർണേഴ്സിലും ഒക്കെയായി ഈ ഡ്രിങ്കിങ് വാട്ടർ ടാപ്പുകൾ ഉള്ളതുകൊണ്ട് നല്ല കംഫർട്ടാണ് കേട്ടോ. ചെറിയൊരു വെയിലുണ്ടായിരുന്നേ പോലും അത്ര ചൂടൊന്നും ഇല്ലായിരുന്നേ. നൈസ് ഫീൽ ഗുഡ് വെതർ ആയിരുന്നു കേട്ടോ. ഇനിയിപ്പോ അങ്ങോട്ട് ഏകദേശം 8 മണിക്കൂറോളം വണ്ടി ഓടിച്ചെത്തേണ്ടിയുണ്ട്. വുളിങ്ങോങ്ങിനോടും ന്യൂ സൗത്ത് വെയിൽസിനോടും ഒക്കെ ഒരു ഗുഡ് ബൈ പറഞ്ഞിട്ട് ഒറ്റ വെടിയിൽ അങ്ങോട്ട് വിട്ട്. ഈ സിഡ്നി ഹോളിഡേസ് കാലഘട്ടത്തിൽ നിന്ന് ഞങ്ങൾ ഏറ്റവും മിസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച മിനി ഇന്ത്യ ആയ ഹാരിസ് പാർക്ക് ആകട്ടോ. അതൊരു പക്ഷേ നമ്മൾ നല്ല സ്ട്രോങ് ഫുഡീസ് ആയതിൻ്റെയും പിന്നെ നമ്മുടെ ഉള്ളിൽ സ്ട്രോങ് ഇന്ത്യൻ റൂട്ട്സിന്റെ ആയിരിക്കും കേട്ടോ. ഏകദേശം സന്ധ്യ ആയപ്പോൾ വീട്ടിലെത്തി നേരെ ഒരു കുളിയും പാസ്സാക്കി ഫ്രഷ് ആയി ഡിന്നറിനായി വീടിന്റെ തൊട്ടടുത്തുള്ള ഫാറ്റ് ഷെഫിലേക്ക് തന്നെ അങ്ങ് വിട്ടു. വരുന്ന വഴിയിൽ ഫാസ്റ്റ് ഫുഡ് ഒന്നും കഴിക്കാഞ്ഞോണ്ട് നല്ല ഒരു ഹെവി പ്ലാറ്റർ തന്നെ ഓർഡർ ചെയ്തേക്കാന്ന് വെച്ച് ഫാറ്റ് ഷെഫ് സ്പെഷ്യൽ പ്ലാറ്ററും കുറച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സും വണ്ടി ഓടിച്ചതിന്റെ ക്ഷീണം മാറ്റാനായി ഒരു ടാപ്പ് ബിയറും അങ്ങ് ഓർഡർ ചെയ്ത്. ഫുഡായിരുന്നു കേട്ടോ. ഓർഡർ ചെയ്ത ക്വാണ്ടിറ്റി ഇത്തിരി കൂടിപ്പോയെങ്കിലും റിലാക്സ്ഡ് ആയി ബിയർ ഒക്കെ അടിച്ച് നീണ്ട 2 മണിക്കൂർ ഇരുന്ന് ചില്ല് ചെയ്തിട്ടായിരുന്നു വീട്ടിലേക്ക് വിട്ടത്. ബാക്കി വിശേഷങ്ങളായി ഇനി നമ്മുടെ അടുത്ത വീഡിയോ കാണാൻ താല്പര്യമുള്ളവര് ലൈക്ക് ചെയ്യുക, ഫോളോയും ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ശുഭദിനം.